ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ദിൻജിത്താണ് ഡയറക്ടർ, മുജീബ് മജീദാണ് മ്യൂസീഷ്യൻ, അതുപോലെ നമ്മുടെ സ്വന്തം ആസിഫിക്കയാണ് നായകൻ, അതോ ഇനിയിപ്പോൾ വിജയരാഘവനാണ് നായകൻ, എന്താണ് പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അതുപോലെ അപർണ ബാലമുരളി വരുന്നുണ്ട്, വേറെ കുറച്ച് ചെറിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഈ ചെറിയ ക്യാരക്ടേഴ്സ് പോലും ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. കാരണം വളരെ സബ്റ്റിലായിട്ടുള്ള ചെറിയൊരു സാധനങ്ങൾ കൊണ്ട് പോലും ഞെട്ടിച്ച് കളഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ജഗദീഷ് ചേട്ടൻ ഉണ്ട്, എന്തിനു പറയുന്നത്, ARM വരെ ജഗദീഷ് ചേട്ടൻ ഞെട്ടിച്ചു. അത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വാട്ട് എ മൂവി മാൻ, കിഷ്കിന്ധാകാന്ഡം. ലവ് ഇറ്റ്. എന്താ പറയുക, നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ യവനിക മുതൽ ദൃശ്യം വരെ ഉള്ള ആ ഒരു മൈൽ സ്റ്റോൺ ത്രില്ലർ സിനിമകളുണ്ടല്ലോ, അതിലേക്ക് എടുത്തു വെക്കാവുന്ന ഒരു നല്ലൊരു കിഡിലൻ മലയാളം സിനിമ കൂടി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെയൊക്കെ സംസാരിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന തരത്തിലൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്കൊരു അനുഭൂതി ഉണ്ടാവും ഇല്ലേ, നമുക്ക് ആ ഒരു ഫീല് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്കിവിടെ കിട്ടി. എൻ്റെ എക്സ്പെക്റ്റേഷന് അപ്പുറത്തേക്ക് പോയിട്ടുള്ളൊരു കിടുക്കാച്ചി സാധനമാണ് ഈ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആസിഫ് അലി ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ ഇൻ ദ മോളിവുഡ് ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനിൽ. തീയാണ്. ഇക്കൊല്ലത്തിൽ 3-4 സിനിമകൾ ഇറങ്ങി. ഈ 3-4 സിനിമകളിലും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അപർണ ബാലമുരളിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ, എന്നിരുന്നാൽ പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ആ ഒരു ഔട്ട് അവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ വിജയരാഘവൻ, എൻ്റെ പൊന്നളിയ എമ്മാതിരി പെർഫോമൻസ്. ഒരു 70-കാരനെ കൊണ്ട് 40-കാരനാവാനും പറ്റും, ഒരു 90-കാരനാവാൻ പറ്റും, ഏത് ലെവലിൽ വേണമെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് വിജയരാഘവൻ. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കുള്ളൊരു സങ്കടം എന്ന് പറയുന്നത്. ഇത്രയധികം സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ട് പോലും. ഇതിനെക്കുറിച്ച്, ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, ഓരോ സീന് കാണിക്കുന്ന സമയത്തും ആ ഒരു ടെറൈൻ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളായാലും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു സാധനം. അതിനെ കവച്ചു വെക്കുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ചെഞ്ചക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനമൊന്നുമല്ല, പക്ഷെ ആ ഒരു സിനിമയോട് ഇഴകി ചേർന്നുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പരിപാടി പിടിച്ചിരിക്കുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും, തിയേറ്ററിൽ നിന്ന് കണ്ടാലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ ദൃശ്യം സിനിമയൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗൂസ് ബം മൊമെൻ്റ് ഉണ്ടല്ലോ, ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യല്ല, അത്തരത്തിലേക്കൊക്കെ വെക്കാവുന്ന ഒരു കിട്ടുക്കാച്ചി സാധനം. അത് ഇതിൻ്റെ ആ ഒരു റൈറ്റിംഗ് മികവാണ് ആ ഒരു സിനിമയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്, കക്ഷിയമ്മണി പിള്ളയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. എന്താ ഈ സിനിമയെ കുറിച്ച് പറയേണ്ടതെന്ന് അറിയില്ല. എവിടെ തൊട്ട് കഴിഞ്ഞാലും സ്പോയിലറായി പോകും. ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും പറയാൻ കിട്ടണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം സ്പോയിലായി പോകും. ആകെ ഒരു നെഗറ്റീവും ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഒരുപാട് കാലത്തിന് ശേഷം ഒരു കുറവും എനിക്ക് ഫീൽ ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് കിഷ്കിന്ധാകാന്ഡം എനിക്ക് തോന്നുന്നത്. അതും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത്. വെറും 2 മണിക്കൂറിനുള്ളിൽ ഇത്ര അധികം ഗംഭീരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്ത്. പ്രൊമോഷനൊക്കെ കുറച്ചും കൂടി ഗംഭീരമാക്കായിരുന്നു, പക്ഷേ ഈ പ്രൊമോഷൻ ഒരുപാടാക്കി കഴിഞ്ഞാലും എക്സ്പെക്ടേഷൻസ് ഭയങ്കരമാവും. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടേ പറ്റൂ, മസ്റ്റ് വാച്ച് ഐറ്റമാണ്. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നുള്ള ആലോചിച്ചിട്ടുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഒരു ഗംഭീര സാധനം. എന്തായാലും പോയിട്ട് നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ എവിടുത്തെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗായ്സ്.